മലയാള സിനിമയിലെ യുവനടിമാരിൽ മുൻനിരയിലാണ് അനശ്വര രാജന്റെ സ്ഥാനം. ബാലതാരമായി സിനിമയിലെത്തിയ അനശ്വര പിന്നാലെ നായികയായും കയ്യടി നേടുകയായിരുന്നു. അഭിനയ പ്രാധാന്യമുള്ള പുതുമയുള്ള സിനിമകളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുത്താണ് അനശ്വര തന്റെ സമകാലികരിൽ നിന്നും അനശ്വരയെ വ്യത്യസ്തയാക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ നേര്, ഈ വർഷം ഇറങ്ങിയ ഓസ്ലർ എന്നീ ചിത്രങ്ങളിലൂടെ തുടർച്ചയായി വിജയം കൈവരിക്കാനും തന്റെ പ്രകടനത്തിലൂടെ കയ്യടി നേടാനും അനശ്വരയ്ക്ക് സാധിച്ചിരുന്നു. അഭിനയിച്ച സിനിമകളിൽ മിക്കതും സാമ്പത്തിക വിജയവും നിരൂപക പ്രശംസയും ഒരുപോലെ നേടിയതുമാണ്. എങ്കിലും സോഷ്യൽ മീഡിയയുടെ ആക്രമണത്തിൽ നിന്നും അനശ്വരയ്ക്ക് രക്ഷ നേടാനായിട്ടില്ല. തന്റെ കാഴ്ചപ്പാടുകൾ പറയുന്നതിന്റെ പേരിലും വസ്ത്രധാരണത്തിന്റെ പേരിലുമെല്ലാം സോഷ്യൽ മീഡിയയുടെ ആക്രമണങ്ങളും വിമർശനങ്ങളും അനശ്വര നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും അനശ്വര മനസ്സ് തുറക്കുകയാണ്. ഒപ്പം സഹോദരി ഐശ്വര്യയുമുണ്ട്. ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നത്. വിമർശനം ഒരുപാടായപ്പോൾ തുടക്കത്തിൽ ഞാൻ ഉൾവലിഞ്ഞു പോയി. ആത്മവിശ്വാസത്തെ ബാധിച്ചു. എല്ലാത്തിനോടും ദേഷ്യം, സങ്കടമൊക്കെയായി. ആ സമയം വളരെ മോശമായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് വീണ്ടും നന്നായി സംസാരിക്കാൻ തുടങ്ങിയത്. ഇനിയും ആളുകൾ നല്ലതും മോശവും പറയും, പക്ഷെ അതിലൊന്നും എനിക്ക് പരാതികളില്ലെന്നാണ് അനശ്വര പറയുന്നത്. തണ്ണീർമത്തൻ ഇറങ്ങിയപ്പോൾ മുതൽ അനുവിന് വിമർശനങ്ങളാണ്. ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ജാട. ഐസോഗ്രഫി ഫോട്ടോഷൂട്ടും വിവാദമായി. 15-ാം വയസ്സിൽ ഇത്രയും ബോൾഡായി സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അവൾ പക്വതയോടുകൂടിയാണ് അന്ന് എല്ലാം കൈകാര്യം ചെയ്തത്, ഐശ്വര്യ പറയുന്നു. സിനിമയിൽ വന്ന മാറ്റത്തെക്കുറിച്ചും അനശ്വര സംസാരിക്കുന്നുണ്ട്. പ്രേക്ഷകർ എന്താണോ അതാണ് സിനിമയിലും പ്രതിഫലിക്കുന്നത്. പണ്ടത്തെ സിനിമ മോശമാണ്, ഇപ്പോഴത്തേത് നല്ലതാണ് എന്നൊന്നും പറയാൻ കഴിയില്ലെന്നും അനശ്വര പറയുന്നു. പണ്ട് ആഘോഷിക്കപ്പെട്ട സിനിമകൾ ഇന്ന് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ അന്ന് നമ്മളും അങ്ങനെയായിരുന്നു. സമൂഹം മാറിയപ്പോൾ സിനിമയും മാറിയെന്നാണ് അനശ്വര പറയുന്നത്. സെൻസിറ്റീവായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു രീതിയിലും ടോക്സിസിറ്റി പ്രചരിക്കരുതെന്ന് കരുതുന്ന തലമുറയാണ് ഇന്നത്തേതെന്നും അനശ്വര അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.